നല്ലപോലെ ടെൻഷനടിച്ച് കിള്ളി പാറിയിരിക്കുന്ന സമയത്താണ് ട്ടോ ഞാനീ വീഡിയോ എടുക്കുന്നെ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇടുക്കി മെഡിക്കൽ കോളേജിലോട്ടാണ് ട്ടോ. അപ്പൊ നമുക്കിവിടെ ഫുള്ള് കുറേ ദിവസങ്ങളിങ്ങനെ മഴ അടുപ്പിച്ച് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ട്ടോ. അപ്പോൾ ഈ ഒരു ടൈമില് ഇതിലേക്ക് പോകുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. മഴയ്ക്കാണെങ്കിൽ ഒരു കുറവുമില്ല. അപ്പം ഞാനും ഉമ്മായും അൻസൽക്കായും കൂടെയാണ് ട്ടോ പോകുന്നത്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി ചീറിപ്പാഞ്ഞാണ് ട്ടോ പോകുന്നത്. അപ്പം അത് മഴ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. റോഡൊക്കെ ആണെങ്കിൽ പകുതി താഴേക്ക് പോയും പിന്നെ മരങ്ങളൊക്കെ വീണും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലൊക്കെ ഒന്ന് റോഡ് ബ്ലോക്കായിട്ട് എങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ എത്താൻ പറ്റില്ലല്ലോ, ഭയങ്കര മഴ, എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ വിചാരിച്ച് നല്ല ടെൻഷനുണ്ടായിരുന്നു കേട്ടോ. തംബ്നെയിലൊക്കെ കണ്ട് ഏറെക്കുറെ കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം എന്നുള്ളത്. ഇവിടെ ഉമ്മാക്കാന്നുണ്ടെങ്കിൽ കമാന്നൊരക്ഷരം വായിന്ന് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നല്ല ടെൻഷനുണ്ടായിരുന്നു. നമ്മളെങ്ങാനും ബ്ലോക്കായി പോയെങ്കിൽ അതോർത്തിട്ട് അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നേരെ ലേബർ റൂമിലോട്ട് കയറ്റിയിട്ടൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. പകുതി സമയത്ത് കിട്ടത്തില്ല. ഇവിടെയൊക്കെ റേഞ്ചിൻ്റെ എന്ത് പ്രോബ്ലം ആണോ മതി. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ചീറിപ്പാഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് വരുന്നതാണ് ഇവിടെ ഹോസ്പിറ്റലിൽ. അതുപോലെ ഈ ഒരു ഏരിയയിലോട്ട് നമ്മളങ്ങനെ വരവ് തീരെ ഇല്ല കേട്ടോ. എനിക്ക് വല്ല PSCയുടെ എക്സാമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം ബസ്സിന് വന്ന് പോകുന്നു എന്നല്ലാതെ നമ്മുടെ ഈ ഏരിയയിലോട്ട് വരവ് തീരെ കുറവാണ്. അപ്പോൾ ഇത് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നൂറ ബേബിക്കും കുഞ്ഞൂനും ഒരു ന്യൂ ബേബി വരുവാൻ പോവാണ് കേട്ടോ. ഈ രണ്ട് കുരുപ്പുകളെയും കൊണ്ട് ഒരു രക്ഷയില്ല. ഓട്ടവും ചാട്ടവും തന്നെയാണ് കേട്ടോ. ഇതുങ്ങളെ പിടിക്കാൻ പോക്ക് മാത്രമാണ് എൻ്റെ ഉമ്മാൻ്റെയും പണി. ഇവർ ഈ ഹോസ്പിറ്റലിൻ്റെ മൊത്തം ബിൽഡിങ് ഫുള്ള് കറങ്ങി തിരിഞ്ഞ് ഇതിലെ വഴി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ നോക്കിയപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുരുപ്പുകളില്ലേ, ഇവരൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കുരുപ്പുകൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാമെന്ന് വെച്ച് ഉമ്മാ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നോമ്പാണ്, മുഹറത്തിൻ്റെ നോമ്പായതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് ഉമ്മാൻ്റെ ഫോൺ കോള്. കുഞ്ഞാവ വന്നു, ബേബി ഗേളാണ് കേട്ടോ. അങ്ങനെ ഓടിപ്പാഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വന്നു കേട്ടോ, ബേബിനെ കൈ കിട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞാവിനെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ വന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വാവേനെ കൈ കിട്ടിയത്. ആ സമയം തൊട്ട് നമുക്ക് ശരിക്കും കേൾക്കാം അവിടെ കരച്ചില്ല. ഹോസ്പിറ്റലിൽ മൊത്തം അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലാണ്. ഇപ്പോഴും അതേ കരഞ്ഞുകൊണ്ടാണ് ആളിരിക്കുന്നത്. അപ്പോൾ അതേ കുറച്ച് മുന്നേ നമ്മൾ പരിചയപ്പെട്ട ചേച്ചിയാണ്. ചേച്ചിയൊക്കെ വന്ന് വാവേനെ കണ്ട് എന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, പൊതിഞ്ഞ് പിന്നെ കുഞ്ഞാനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ബേബീനെ കണ്ടു, സന്തോഷമായി. പിന്നെ അവരുടെ എന്തോ കുറേ ഫോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെന്താ പിന്നെ തിരിച്ച് പോരും കേട്ടോ. ഇപ്പം എവിടെ തിരിഞ്ഞാലും പനിക്കാരേ ഉള്ളൂ കേട്ടോ. മൊത്തത്തിൽ വൈറൽ ഫീവറൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മാസ്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നിന്നത്. ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെയാണ് നിന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുവാണ്. എന്തായാലും മഴയ്ക്ക് നല്ലപോലെ കുറവുണ്ട് കേട്ടോ. അത് തന്നെ ഒരു സമാധാനം. കുറച്ച് വെട്ടം വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചാനലിലോട്ട് ഇതുപോലുള്ള വ്ളോഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാട്ടോ എനിക്കലും, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യലൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസുകൾ എടുത്തിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള മടിയും സമയമില്ലായ്കയും ഒക്കെയാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ ഇനി എന്തായാലും വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.